നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി വിളിക്കാൻ പോകുന്നത് സത്യയുടെ ഗാർഡിയനാണ്. മക്കളെ തർക്കിച്ചൊക്കെ സമയമില്ലടാ. അതുകൊണ്ട് ഞാൻ 4 പേര് ഒന്ന് ചോദിക്കണം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഒന്ന് കേക്കടാ. നല്ല കുട്ടിയല്ലേ? പിന്നെ പുറത്തുനിന്ന് പൂട്ടിനോട് ആരും നിന്നെ ശല്യം ചെയ്യാൻ കയറി വരൂല്ല. കേട്ടാ? അച്ഛനെ തീക്കൊണ്ട നടുവിൽ ആശാനെ നിർത്തിട്ട് പോകുന്നത്. ഇത്ര വലിയ തീകൊണ്ടങ്ങൾ നമ്മൾ തല്ലി കിടത്തിയിട്ടില്ലേ? പിന്നെ നീ ഒരു കാരണവശാലും ജനൽ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നോക്കരുത്. അമ്മ നോക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായ? വിഷ്ണു കുഞ്ഞെ വേഗം പൊയ്ക്കോ. ശരി ശരി അച്ഛനെ അതിന് എനിക്കും പറയാനുള്ളത്. വേഗം പോയിട്ട് വാശാനെ. ഇടം പരിപാടി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എത്തും. നീ എന്തിനാ പേടിക്കണേ? എന്തിനാ പേടിക്കണേ? പെട്ടെന്ന് കൈ മാറ്റണം. ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛാ താക്കോലിട്ടി. താക്കോലോട് വച്ചിട്ട് നീ വേഗം പോവാൻ നോക്ക്. ഇവിടെ ഞാൻ പോയിട്ട് പോ. സത്യം എങ്ങനെ അറിഞ്ഞ എന്റെ ശവം കൊടുക്കായിരിക്കും. ദൈവമേ കാത്തോളണേ. ദൈവമേ കാത്തോളണേ. ആശ വേഗം വന്നാ മതിയായിരുന്നു. ദൈവമേ. അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്? പേരൻസിന്റെ ഹൈ ജമ്പ് 12 പേരൻസാ അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്ത് ഫുട്ബോൾ മത്സരം. അത് പേരൻസും കുട്ടികളും മിക്സഡ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. 2 മത്സരം കഴിഞ്ഞു. പെനാൽറ്റിയിലാണ് ഒരെണ്ണം പോയത്. ഇവിടെ ഇപ്പൊ ഇനി എന്താ നടക്കാൻ പോകുന്നത്? പേരൻസിന്റെയും കുട്ടികളുടെയും ഓട്ട മത്സരം. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, വിദ്യാർത്ഥികളുടെ പേര് വിളിച്ച് നിർത്തിക്കോ. അതെ, ഈ ഓട്ട മത്സരമൊക്കെ വേണോ? കുട്ടികളെ എടുത്തോണ്ടാ ഓടേണ്ടത്. എന്ത് പറയാനാ, ഇതാ സദാശിവൻ സാറിന്റെ ഒറ്റ നിർബന്ധമാ. കുട്ടികളെ എടുത്തോണ്ടൊക്കെ. കുട്ടികളെ എടുത്തോണ്ടാ ഓടേണ്ടെന്ന് പറഞ്ഞപ്പം പല പേരൻസും പിൻവാങ്ങി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ ഒരു പേരൻസിനെ കിട്ടത്തില്ലെന്നേ. അതെ, എന്തായാലും മത്സരം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. പങ്കെടുക്കുന്ന പേരൻസ് എത്ര ഉണ്ടെന്ന് നോക്കണ്ട, മത്സരം നടത്താം. എന്താ? എന്നാ പിന്നെ കുട്ടികളെ വിളിച്ച് നിർത്തിക്കോ. ശരി. യുവർ അറ്റൻഷൻ പ്ലീസ്. ഇനി നടക്കാൻ പോകുന്ന ഒരു മത്സരം ഈ ഫാദേഴ്സ് ഡേയുടെ ഏറ്റവും വ്യത്യസ്തമായ ഒരു മത്സരമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരവും ഇത് തന്നെയാണ്. ഞാനിവിടെ പേര് വിളിക്കുന്നവർ തയ്യാറായി നിൽക്കുക. പത്മിനി, സത്യ, രമേശ്, ആരാധ്യ, ദേവൻ. ഇത് അച്ഛന്മാര് പങ്കെടുക്കുന്ന മത്സര, അല്ലാതെ അമ്മമാര് പങ്കെടുക്കുന്നതല്ല.
ഇത് ഫാദേഴ്സ് ഡേ മത്സരമാ, അല്ലാതെ മദേഴ്സ് ഡേ മത്സരം അല്ല. നീ നിന്റെ പണി നോക്കടാ. സത്യ, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഇവളുടെ കൂടെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, എല്ലാത്തിനും അമ്മയാ വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. രാമേട്ടാ, പറഞ്ഞ സമയത്തൊന്നും സ്കൂളിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. പറ്റുമെന്ന് തോന്നുന്നില്ല മേഡം. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് എത്തണം, ഇല്ലെങ്കിൽ സത്യ ആകെ വിഷമിക്കും. ആ ശരി മോളെ. ഏറ്റവും വ്യത്യസ്തമായ മത്സരത്തിന്റെ വിജയം പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സത്യ, പത്മിനി, രമേശ്, ദേവൻ, ആരാധ്യ എന്നിവരാണ്. ഈ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ അച്ഛന്മാർ ഇവരെയും എടുത്തുകൊണ്ട് ഓടി വിജയം കൈവരിക്കണം. ഈ മത്സരത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇവർ 5 പേരും ധൈര്യസമേതം ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ അച്ഛന്മാരെ മത്സരത്തിനായി ക്ഷണിക്കാം. ആദ്യമായി രമേശിന്റെ ഫാദർ ഹരിദാസിനെ ക്ഷണിക്കുന്നു. എന്റെ അച്ഛൻ വന്നു, നിന്റെ അച്ഛൻ വന്നില്ലല്ലോ. രണ്ടാമതായി വിളിക്കുന്നത് പത്മിനിയുടെ ഫാദർ മിസ്റ്റർ രോഹിത്. ഇനി വിളിക്കാൻ പോകുന്നത് ആരാധ്യയുടെ ഫാദർ അരവിന്ദ്. അടുത്തത് ദേവന്റെ ഫാദർ ഗിരീഷ്. ഇനി വിളിക്കാൻ പോകുന്നത് സത്യയുടെ ഗാർഡിയനാണ്. നമുക്ക് ക്ഷണിക്കാം വിഷ്ണു. ഹായ് ബിഗ് ഫ്രണ്ട്. ബ്രോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.